ഒരു കാര്യം പറയാം, പരിവേഷിന്റെ കുറേ എൻക്വയറീസ് വന്നിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് ആഗ്രഹിക്കുന്ന ബേഡ് നമ്മൾ തീർച്ചയായും നമ്മൾ ബീഡ് ചെയ്തിരിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നമ്മൾ പുതിയൊരു ബേഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ബേഡിനെ കാണിച്ചിട്ടുള്ള വീഡിയോ മാത്രം. ഇതിന്റെ മാർക്കറ്റ് ഇല്ലാന്ന് ഞാൻ ഇന്ന് വരെ സൺകുനോർ പണ്ടില്ല. കാരണം വെച്ചാൽ സൺകുനോർ വെച്ചാൽ നല്ല മാർക്കറ്റുള്ള ഒരു ബേഡാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല അഗ്രസീവുള്ള ബേഡാണ്. കാരണം മനുഷ്യനായിട്ട് അത്ര വലിയ അണക്കില്ലാത്തൊരു ബേഡാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബേഡ്സൊക്കെ. എൻ്റെ പേര് വിശാഖ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല കേട്ടോ. നമ്മൾ കുറച്ച് സൺകുനൂർസിനെ കൊടുത്തിരുന്നല്ല, ഒരു 6-7 പേര് സൺകുനൂർസ് നമ്മൾ സെയിൽ ചെയ്തിരുന്നു. അപ്പം അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പലതരം വീഡിയോകളിൽ സൈഡായി ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത്, അത് എന്തുകൊണ്ടാണ് ഞാൻ അത് കൊടുക്കാൻ കാരണം എന്നുള്ളതൊക്കെ. അപ്പം അന്ന് ഞാൻ പറഞ്ഞത് ഒരു സർപ്രൈസ് ആയിട്ട് ബേഡിനെ ചെയ്യുന്നുണ്ട്. വലിയ സർപ്രൈസ് വന്നിട്ടൊന്നുമില്ല ഇതുവരെ. പക്ഷെ എന്നാലും നമ്മൾ പുതിയൊരു ബേഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ബേഡിനെ കാണിച്ചിട്ടുള്ള വീഡിയോ മാത്രമാണിത്. നമുക്ക് നേരെ എന്ത് ചെയ്യാൻ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിച്ച ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഇന്നത്തെ ഓഡിയോ ക്ലാരിറ്റി എന്ന് വളരെ കുറവായിരിക്കും. ഫസ്റ്റ് തന്നെ ഞങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം എൻ്റെ മൈക്ക് കാണാനില്ല. നമ്മളൊരു ബേഡ് പിങ്കി കളിക്കുന്നുണ്ട്, പിന്നെ അവിടെ കൊണ്ടിട്ട് കാണുന്നില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഞാൻ ആരാണ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ സൺകുനൂറിന് കൊടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ സൗണ്ട് തന്നെയാണ്. സൗണ്ട് വെച്ചാൽ ഞാനൊരു മൈഗ്രൈനൊക്കെ ഉള്ള ആളായതുകൊണ്ട് എനിക്കതിന് തീരെ ആ സമയത്ത് ഫുഡ് കൊടുക്കാനോ കാര്യമൊന്നും പറ്റൂല. ഫസ്റ്റത്തെ റീസൺ എന്ന് വെച്ചാൽ അത് തന്നെയാണ്, സൗണ്ടിൻ്റെ കേസിട്ട്. ഇതിൻ്റെ മാർക്കറ്റ് ഇല്ലാന്ന് ഞാൻ ഇന്ന് വരെ സൺകുനൂർ പണ്ടില്ല. കാരണം വെച്ചാൽ സൺകുനൂർ വെച്ചാൽ നല്ല മാർക്കറ്റുള്ള ഒരു ബേഡാണ്. നിലവിൽ നല്ല മാർക്കറ്റുള്ള ബേഡാണ്. ആൻഫീൽഡ് ചിക്കൻ ഇന്നും 5, 6, 7 രൂപ റേറ്റുള്ള ഒരു ബേഡാണ് സൺകുനൂസ്. പക്ഷേ എന്ന് വെച്ചാൽ അത് ഒന്നിൽ അധികമായാൽ അല്ലെങ്കിൽ 2 അതിലധികമായാൽ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു പേര് സൺകുനൂറുണ്ട്. ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒരു കാരണവശാലും ഓരോ സൗണ്ട് കേൾക്കൂല. മറിച്ച് ഒരു 10-20 സ്മോൾ കുനൂർസുകളുണ്ട്. ഓരോ സൗണ്ട് പിന്നെ അല്ലച്ചിലായിട്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ? അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊടുത്തത്. പിന്നെ ആ സർപ്രൈസ് ഏതാണ് ആ ബേഡ്? ആ ബേഡ് എന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബേഡ് തന്നെയാണ് നിലവിൽ. അപ്പം ആ ബേഡ് ഏതാണെന്നും അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോസ് ആട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബേഡിനെ കാണിച്ചു തരാം. കാരണം ബേഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല അഗ്രസീവുള്ള ബേഡാണ്. കാരണം മനുഷ്യനായിട്ട് അത്ര വലിയ അണക്കില്ലാത്തൊരു ബേഡാണ്. നമ്മളെ റംബിനെ പോലെ തന്നെ. റംബ് വന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. റംബ് വന്ന സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ പോകെ റംബിന് പേടി പറഞ്ഞ സംഭവം ഇല്ലാണ്ടായി. നമ്മളായിട്ട് ഇണക്കി റംബിനെ. പക്ഷെ ഇപ്പോൾ വന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് നമുക്ക് നേരെ ആൾക്കാരെ കാണാം കേട്ടോ. മുമ്പ് ഒരു കാര്യം പറയാം, പരിവേഷിൻ്റെ കുറേ എൻക്വയറീസ് വന്നിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട് എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനോട് വളരെ എന്താ വെച്ചാൽ നിങ്ങൾ ഒരുപാട് സോറി പറയാണ്. ഒരുപാട് എൻക്വയറിയാണ് പരിവേഷ് ജോലി രജിസ്റ്റർ ചെയ്തോ കാര്യങ്ങൾ ചോദിച്ചിട്ട് എന്താണ് അത് സ്ഥിതികൾ എന്നൊക്കെ. ഇനിയിപ്പോൾ എന്തായാലും ഡേറ്റ് കഴിഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 31 വരെയാണ് നമുക്ക് ഗവൺമെൻറ് തന്നിരുന്ന ഡേറ്റ്. അത് കേരള സർക്കാർ അല്ല തീരുമാനിക്കുന്നത്, കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ ആ ഡേറ്റ് ഇനിയിപ്പോൾ കിട്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്തായാലും ഞാൻ അതിനെ പറ്റിയത് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തുതരാം കേട്ടോ. എന്തായാലും ഇപ്പം നമുക്ക് എന്താ ഇപ്പം ആൾക്കാരെ കാണാൻ വേണ്ടി പോവാം. ആരാണ് ബേഡ് എന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം ഏതൊക്കെയാണ് ബേഡ് എന്നുള്ളത്. പക്ഷേ ഞാൻ എന്തായാലും ഇപ്പം ആളെ കാണിച്ചു തരാം. അപ്പോൾ ഇവരാട്ടോ ആൾക്കാർ, റോസല്ലാസ്, റുബിൻ റോസല്ലും ഗോൾഡൻ മാൻഡലും. അപ്പം ഇവരിങ്ങനെ എടുക്കാൻ കാരണം വെച്ചാൽ ഇവർ നമ്മളെ സാധാ കുനൂസുകളെ പോലെയല്ല, പേടിൻ്റെ അങ്ങേ അച്ചാണ്. അത്രയും സെൻസിറ്റീവ് വെച്ചാൽ അത്രയും സെൻസിറ്റീവാണ് ഇവർ. സത്യത്തിൽ വെച്ചാൽ ന്യൂസിലാൻഡാണ് പറയുന്നത്. പക്ഷെ ശരിക്കും ഞാൻ വായിച്ച സമയത്ത് പല വീഡിയോസും കണ്ട സമയത്ത് എനിക്കറിയാൻ പറ്റിയ വെച്ചാൽ ആസ്ട്രേലിയയാണ്. ആസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് ഇവരെ കയറ്റുമതി ചെയ്താണെന്നാണ് അറിയാൻ പറ്റിയത് 1990-കളിൽ കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ബുക്ക് വായിച്ച് എനിക്ക് അതിൻ്റെ ഒരു അറിവേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ വിഷ്വലി നമുക്ക് ഇതിനെ മെയില് ഫീമെയിൽ സെക്സ് ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. മെയിൽ ഏതാണ് ഫീമെയിൽ ഏതാണൊക്കെ ഉള്ള സെക്സ് ഐഡന്റിഫിക്കേഷൻ നമുക്ക് വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഭംഗി കൂടുതൽ എപ്പോഴും മെയിലില്, അതുപോലെ തന്നെ കളറേഷനും കുറച്ച് കൂടുതൽ ഉള്ളത് മെയിലാണ് കേട്ടോ. ഇതിപ്പോൾ ഗോൾഡ് മാൻഡിലും റുബിനെയും ചെയ്ത് വെച്ചിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും വരാനൊന്നും പോകുന്നില്ല. അത് വേറെ കാര്യം, പലർക്കുള്ള സംശയമാണ്. അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങൾ വരാൻ പോകുന്നില്ല കേട്ടോ.
ഏകദേശം 1 to 8 എഗ്, അതായത് 1 മുതൽ 8 വരെ എഗ്ഗ് സാധാരണ ഇവർ നിലവിൽ ചെയ്ത് വരാറുണ്ട്. വർഷത്തിൽ 1 ക്ലച്ച് 2 ക്ലച്ചൊക്കെ ഇവർക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പൊന്നുകളെ പോലെ തന്നെ 5 ക്ലച്ച് 6 ക്ലച്ച് എന്തായാലും കിട്ടൂല, അത് വിചാരിക്കേ വേണ്ട. പിന്നെ ബ്രീഡിംഗ് എന്ന് വെച്ചാൽ കുറച്ച് ടഫാണ്, കുറച്ചല്ല അത്യാവശ്യം നല്ല ടഫാണ്. പിന്നെ അതുപോലെ തന്നെ ഇവര് വളരെ സെൻസിറ്റീവ് ബേർഡ്സ് ആണ്, വളരെ സെൻസിറ്റീവ് വെച്ചാൽ വളരെ ഹൈലി സെൻസിറ്റീവ് ആണ്. നമ്മൾ കൊടുക്കാറ് സീഡ് മിക്സ്, അതുപോലെ തന്നെ നമ്മൾ ഇവരെ കൊടുക്കാറ് വെച്ചാൽ സീഡ് മിക്സ്, അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങള് കണ്ടല്ലോ ഫുള്ള് ഇലവർഗ്ഗങ്ങള് വെച്ചാല് വേപ്പില, ആര്യവേപ്പിന്റെ ഇല, അതുപോലെ തന്നെ തുളസീന്റെ ഇല, അങ്ങനത്തെ ഓരോ ഇലകളല്ലേ, ചീര, അങ്ങനത്തെയാണ് ഇലവർഗ്ഗങ്ങൾ മെയിനായി കൊടുക്കാറ്. ഇവർക്ക് യൂസ് ചെയ്യുന്ന ബോക്സ് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബോക്സ് ആണ് നമ്മൾ ഇവർക്ക് യൂസ് ചെയ്യുക. ഒരു എൽ ടൈപ്പ് ബോക്സ് വേണം, അത്യാവശ്യം നല്ല ഡെപ്ത് വേണം ഈ ബോക്സിന്. അങ്ങനത്തെ ഒരു ബോക്സ് ആണ് നമ്മൾ ഇവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ നോർമൽ ബോക്സ് ഒന്നും ഇവർ എഗ് ചെയ്യൂല. അതുപോലെ തന്നെ ബോക്സ് കയറാനും നല്ല നൈപ്പാണ് ഇവർ. പിന്നെ ടെമ്പറേച്ചർ എന്നത് മസ്റ്റാണ്. എന്നെ സംബന്ധിച്ചൊരു വയനാട്ടിൽ ഇവരെ നോക്കണമെങ്കിൽ ടെമ്പറേച്ചർ എന്നത് വളരെ എന്താ പറയുക അത്യാവശ്യം വേണ്ടതെന്ന് തന്നെ കേട്ടോ. അത് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ കണ്ടോ, നമുക്ക് ഇത്ര അടുത്ത് വരെ വന്നാൽ ഒരു റിസ്ക്കാണ്. മറിച്ച് ഇപ്പോൾ നമ്മളെ ബജ്ജീസ് ഇതാ എന്തേ പേടി ഓർക്ക്, അങ്ങനത്തെ കണ്ടോ ബജ്ജീസ്, ഇവർക്കൊക്കെ എന്ത് പേടി, അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഒരു ഇതാ കൊനൂർസ് ആയിക്കോട്ടെ, കൊനൂർസിനൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത് നിന്നൊരു ഫുഡ് വരെ കൊടുക്കാം, അങ്ങനത്തെ ഒരു കുഴപ്പം. പക്ഷേ ഇവർ എന്ന് വെച്ചാൽ ഭയങ്കര പേടി, നമുക്ക് അടുത്ത് പോകാനൊന്നും പറ്റില്ല, ഫീമെയിലിനെ പ്രത്യേകിച്ചിട്ട്. അതുപോലെ തന്നെ പലരും പറഞ്ഞൊരു കാര്യമാണ്, പെട്ടെന്ന് അറ്റാക്ക് വരുന്നൊരു ബേഡാട്ടോ ഇവര്. എന്തെങ്കിലും കണ്ട് പേടിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേജ് പോയി അടിച്ചാൽ വരെ പെട്ടെന്ന് അറ്റാക്ക് വരും. ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് എടുക്കുന്നത്, വീഡിയോസ് ഒക്കെ എടുക്കുന്നത് വളരെ സൂക്ഷിച്ചാണ് എടുക്കുന്നത് നിലവിൽ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇവർക്ക് ഒറ്റ പേരേ ഉണ്ടാവുള്ളൂ. അതായത് ഇവർ തിരഞ്ഞെടുക്കുന്ന ഒരു പേർ മാത്രം, അല്ലാണ്ട് നമ്മൾ കൊനൂറിനെ കിടുന്ന പോലെ മാറ്റി മാറ്റി പേരിടാന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. അതുതന്നെയാണ് നമ്മളെ അതേപോലെ നമ്മുടെ റംസിന് സംഭവിച്ചത്. ഇന്നും ഒരു പേർ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടി ഒരു നല്ല ഫൈറ്റ് നടന്നിട്ടുള്ളൂ. സംഭവം ഇപ്പോൾ ആൾക്കാർ സെറ്റായി, എന്നാൽ കൂടി ഇപ്പോഴും ആ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ കൊനൂർസിനൊന്നും ആ ഒരു വിഷയം ഞാൻ അതുവരെ വന്ന് കണ്ടിട്ടില്ല കേട്ടോ. കൊനൂർസിനൊക്കെ നമുക്ക് എങ്ങനെയും പേരിടാം. പക്ഷെ ഇവർക്ക് വെച്ചാൽ ഒറ്റ പേര് വെച്ചാൽ ഒരു ഫീമെയിൽ ഒരു മെയിൽ, പിന്നെ വേറൊരു മെയിലിന് ഫീമെയിലിന് ഒരു അക്സെപ്റ്റ് ചെയ്യൂല എന്നാണ് ഞാൻ കേട്ടത്. ചെയ്യുന്നവരും അതന്നെ അപ്പോൾ പറഞ്ഞത്. ഇവരെ കേജിന് സൈസ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു കേജ് ആയിരിക്കണം. കാരണം കേജ് വെച്ചാൽ ഫുള്ളും മറിഞ്ഞിരിക്കണം, അപ്പുറത്തോടും ഇപ്പുറത്തോടും കാണുകയൊന്നും ചെയ്യരുത്. അത്യാവശ്യം ഇത്ര വലിയ കട്ടിൽ നല്ല ഹെവി നല്ല അത്യാവശ്യം നല്ല കേജുള്ള നെറ്റാണ്. അത്ര വലിയ നെറ്റ് കാണുന്നൊന്നുമില്ല, ചെറിയ നെറ്റായാലും കുഴപ്പങ്ങളൊന്നുമില്ല. ഏകദേശം 4, 3, 3.5 കേട്ടോ ഈ കേജിൻ്റെ സൈസ്. അത്രയും വലിയ 4.5, 3.5 കാരണം കേജ് സൈസാണിത്. നിലവിൽ നമ്മുടെ കേജില്ല കേട്ടോ. ഒന്ന് ഫ്ലൈ ഒക്കെ ചെയ്യാൻ തക്ക വേണം. അല്ലാതെ ഇവർ ബ്രീഡിങ് നടക്കൂല. കാരണം ചൈന കേജ്, ഇങ്ങനത്തെ ചൈന കേജിൽ ഇവർ ബ്രീഡിങ് നടക്കൂല കേട്ടോ. ഈ ഒരു സൈസ് വേണം. പിന്നെ തീരെയും ശല്യപ്പെടുത്തരുത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ ക്യാമറ വെച്ചിട്ടാണ് ശരിക്കും വാഷ് ചെയ്യേണ്ടത്. അതിന് ക്യാമറ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ക്യാമറ വെച്ച് വാഷ് ചെയ്യാൻ. അല്ലാണ്ട് നമുക്ക് ഇവരെ അടുത്ത് വന്നാൽ ഒരു ഫൈഡ് കാരണം പിന്നെ ഒരു ബോക്സ് പോലും കയറൂല. അങ്ങനത്തെ ഒരു സ്വഭാവം ഇവർക്കുണ്ട് നിലവിൽ. ഭംഗിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നമ്മളെ റംബിനെയും വെല്ലും, അതേപോലെ റംബിനും ടർക്കോയ്സിനും വെല്ലും കേട്ടോ. ഭംഗിയുടെ കാര്യത്തിൽ റംബിനും ടർക്കോയ്സിനും വെല്ലുന്ന രീതിയിലുള്ള ഭംഗിയാണ്. പിന്നെ നല്ല കെയറിങ് എന്നത് മസ്റ്റാണ് ഇവർക്ക്. കെയറിങ് ഇല്ലാത്ത ഒരു കാര്യം നടപടി അവർ കെയറിങ് എന്നത് മസ്റ്റാണ്. പിന്നെ ഏകദേശം എഗ് ഹാച്ചിങ് ഒക്കെ 28 ദിവസമൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ വിരിഞ്ഞ് എന്ന് കണ്ടാൽ ഉടൻ തന്നെ നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ ഇവർ അഗ്രസീവ് കാണിച്ച് മക്കളെ കൊത്തുന്നൊരു പ്രവണത ഇവർക്ക് നിലവിൽ കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഞാൻ റസലേനെ പറ്റി ഒരു വീഡിയോ ഞാൻ ആരും ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഒരു ജോബീസൺ ഓഫ് ഫാർമർ എന്ന ആ ഒരു യൂട്യൂബ് ചാനൽ മാത്രമേ ഞാൻ ഇതിനെ പറ്റിയിട്ട് കണ്ടിട്ടുള്ളൂ കേട്ടോ. എനിക്കും പലരും അത് പറഞ്ഞുള്ള അറിവുള്ളൂ, അല്ലാതെ ഞാൻ മുമ്പ് റസലേനെ ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ ബ്രീഡ് ചെയ്ത് നോക്കുക. ടഫാണ് ബ്രീഡിങ്ങിനൊക്കെ. നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് പരമാവധി പറ്റുന്നത് നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം റോസലിനെ പറ്റിയൊരു വീഡിയോസ് മാത്രമാണ്. കാരണം ഞാൻ ഈ റോസലിനെ പറ്റി വീഡിയോസ് ഞാൻ യൂട്യൂബ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത സമയത്ത് വളരെ അപൂർവം അത് നമ്മളെ എന്താ പറയുക കേരളക്കാരും ചെയ്ത് കണ്ടിട്ടില്ല. ആപ്പാടെ ഫിഷ് ആൻഡ് ഫ്രീക്സ് മൂപ്പര് എടുക്കുന്നൊരു വീഡിയോയും പിന്നെ സൺഫ്ലവർ ഫാർമർ എന്ന ആ ഒരു യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷേ റൊസല്ലേനെ ഇന്ന് കേരളത്തിൽ ബ്രീഡ് ചെയ്യുന്ന ഒരുപാടാണ്, ബ്രീഡ് ചെയ്ത് നന്നായിട്ട് ഇറങ്ങുന്ന ഒരു ബേഡാണ് റൊസല്ല കേട്ടോ. ടഫാണെങ്കിൽ കൂടി നല്ല റിസ്ക്കാണ്.
അതേപോലെ തന്നെ ഭയങ്കര റിസ്ക്കാണ്. ബ്രീഡിങ് നല്ല റിസ്ക്കാണ്, നല്ല ടഫാണ്. പക്ഷേ നല്ല ഭംഗിയാണ്. പാരക്കീറ്റ്സിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ബേഡ്സാണ് റസല്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യാം എന്ന് ചെയ്ത് നോക്കാം. നമുക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലല്ല, നമ്മൾ ചെയ്യാം. നമ്മൾ ആഗ്രഹിക്കുന്ന ബേഡ് നമ്മൾ തീർച്ചയായും നമ്മൾ ബ്രീഡ് ചെയ്തിരിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം റസല്ലേനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതൊരു ചെറിയൊരു സർപ്രൈസ് മാത്രമാണ്. ഇതിനൊക്കെ വലിയൊരു സർപ്രൈസ് ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പം ആ ഒരു സർപ്രൈസ് വീഡിയോ കിട്ടാൻ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽഡൻ ബൈ. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളെ പെറ്റ്സ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോ ഷെയറും ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടിൽഡൻ ബൈ.